നല്ല തലയെടുപ്പുള്ളൊരു കൊമ്പനും അതിൻ്റെ കുടുംബവും. ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന വഴി ഞങ്ങളിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് നാഗർഹോളെ ടൈഗർ റിസർവ് ഫോറസ്റ്റ് വഴി പോകാനാണ്. ബാംഗ്ലൂരിൽ നിന്നും ഏകദേശം 200 കിലോമീറ്ററും മൈസൂരിൽ നിന്നും 61 കിലോമീറ്ററുമാണ് കർണാടകയിലെ നാഗർഹോളെ ടൈഗർ റിസർവ് ഫോറസ്റ്റിലേക്കുള്ള ദൂരം. ഈ ഒരു ടൈഗർ റിസർവ് ഫോറസ്റ്റിൽ പ്രത്യേകം ജീപ്പ് സഫാരി, ബസ് സഫാരി ഒക്കെ ലഭ്യമാണ്. നമ്മളിന്ന് വന്നത് ഈ കാര്യങ്ങൾക്കൊന്നുമല്ല, ഇവിടെ നിന്ന് നേരെ കേരളത്തിലേക്ക് പോകാനാണ്. ഈ ഒരു റൂട്ടിലൂടെ ജസ്റ്റ് നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് പോകാം എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ്. കർണാടകയിലെ ഹുൺസൂർ എന്ന സ്ഥലത്തെ JLR എൻട്രി പോയിന്റിലൂടെയാണ് ഞങ്ങൾ നാഗർഹോളെ ടൈഗർ റിസർവ് ഫോറസ്റ്റിലേക്ക് കടക്കുന്നത്. നമ്മളിപ്പോൾ എൻട്രി ചെയ്യുന്ന ഗേറ്റാണ് നാനാച്ചി ഗേറ്റ്. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഇവിടുത്തെ എൻട്രി ടൈമിംഗ്. നമ്മൾ എൻട്രി ചെയ്യുന്ന വണ്ടിയുടെ വണ്ടി നമ്പറും വണ്ടിയിലെ ആളുകളുടെ എണ്ണവും, ഒരു വണ്ടിക്ക് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ആണെങ്കിൽ 20 രൂപയും ഫീസ് അടച്ചിട്ട് വേണം നമ്മൾ ഇവിടത്തേക്കായിട്ട് എൻട്രി ചെയ്യാൻ. പുറത്തുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വായിച്ച് ഞങ്ങൾ കാടിനകത്തേക്ക് എൻട്രി ചെയ്തു. കേരളത്തിലേക്ക് എത്തുന്നതിനായി ഈ ഒരു ഫോറസ്റ്റിലൂടെ ഏകദേശം 28 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം കൊട്ട എന്ന് പറയുന്ന എക്സിറ്റ് പോയിന്റിലേക്ക് എത്തിച്ചേരാൻ. എൻട്രി പോയിന്റിൽ നിന്നും ഞങ്ങൾ കാട്ടിലേക്ക് കയറി വരുന്ന ഈ റോഡ് അത്യാവശ്യം മോശമായിരുന്നു. ഗട്ടറൊക്കെ നല്ലോണം ഉണ്ട്, പൊളിഞ്ഞു കിടക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ വന്യമൃഗങ്ങളുടെ സൈറ്റിംഗ് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് പോകുന്നത്. നാഗർഹോൾ കബിനിയെക്കുറിച്ചൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട്. കബിനി നിരാശപ്പെടുത്തില്ല എന്നാണ് കേട്ടിരിക്കുന്നത്. എന്നാലും ഞങ്ങളിന്ന് കബിനിയിലേക്കല്ല പോകുന്നത്. ഇത് നാനാച്ചി ഗേറ്റിലൂടെ നേരെ കൊട്ട എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള ഫോറസ്റ്റ് റൂട്ടാണ്. അങ്ങനെ കുറച്ച് ദൂരം ചെന്നപ്പോൾ വലതുഭാഗത്തായി ഒരു കൊമ്പനാനയും അതിൻ്റെ കുടുംബവും ഒരു കുട്ടിയാനയും ഉണ്ട് കൂടെ. നല്ല തലയെടുപ്പുള്ള, നല്ല ഭംഗിയുള്ള കൊമ്പുകളുള്ള ഒരാന. കുറച്ചു നേരം ഞങ്ങൾക്ക് പോസിംഗ് ഒക്കെ തന്നിട്ട് ആള് പയ്യെ കാട്ടിനകത്തോട്ട് കയറുകയാണ്. ഇതിൻ്റെ കുടുംബമാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ഒരു കുഞ്ഞനാന നിന്നതേ പുല്ലൊക്കെ കഴിക്കുന്നത്. എന്ത് ക്യൂട്ടാണല്ലേ ആള്. തൊട്ടടുത്ത് അമ്മയാനയും നിൽപ്പുണ്ട്. ഇതാണ് അമ്മ. കുഞ്ഞാനയുടെ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്തും കൊമ്പൻ പോകാതെ ഇവിടെ തന്നെ നിൽപ്പുണ്ട്. അങ്ങനെ ആ ഒരു ഫാമിലിയെ കണ്ട സന്തോഷത്തിൽ ഞങ്ങൾ യാത്ര വീണ്ടും മുമ്പോട്ട് ആരംഭിച്ചു. കുറച്ചു ദൂരം സഞ്ചരിച്ചു വന്നപ്പോൾ ഫോറസ്റ്റിന്റെ ബസ് സഫാരി കിടക്കുന്ന കണ്ടു. ഇവിടെ ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നതും വേറൊരു സെറ്റ് ആനക്കൂട്ടത്തെയാണ്. ഞങ്ങൾ ഈ പോകുന്നതിൻ്റെ വലതുഭാഗത്ത് അങ്ങ് ദൂരത്തായി നിൽക്കുന്ന കണ്ടില്ലേ, ആനയാണ് നിൽക്കുന്നത്. പക്ഷേ കുറച്ചും കൂടെ ഫ്രണ്ടോട്ട് പോയപ്പോൾ മരത്തിൻ്റെ തൊട്ട് സൈഡിൽ നിന്നും വേറൊരു ആന കൂടെ ഫ്രണ്ടോട്ട് വന്നു. ജസ്റ്റ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത സമയത്ത് 2 ആനകളും കൂടെ ഒരേ ഫ്രെയിമിലേക്ക് കയറി വരുന്നു. ഒരു പിടിയാനയാണ്. ആളിതാ പുല്ലൊക്കെ പറിച്ച് കഴിക്കുന്നുണ്ടല്ലേ. അങ്ങനെ ആനയും കണ്ട് മുമ്പോട്ട് വന്നപ്പോൾ ഇതായിരിക്കുന്നു ഒരു ഹനുമാൻ കുരങ്ങ്. ഇതിനെ ലങ്കൂർ എന്നാണ് അറിയപ്പെടുന്നത്. ഒന്നല്ല കേട്ടോ, ഒത്തിരി കുരങ്ങന്മാരുണ്ടായിരുന്നു. പക്ഷേ എല്ലാത്തിനൊന്നും എടുക്കാൻ പറ്റിയില്ല. പോകുന്ന വഴിയിൽ ഇരുവശങ്ങളിൽ പല സ്ഥലങ്ങളിലായി ഒത്തിരി മാനുകളെ കണ്ടു. അങ്ങനെ നേരം ഇരുട്ടി തുടങ്ങി. പോയ വഴിയിൽ 2 വശങ്ങളിലൊക്കെ പല മൃഗങ്ങളും നിൽപ്പുണ്ട്. പക്ഷേ വെളിച്ചമൊന്നും ഇല്ലാത്തതുകൊണ്ട് കൃത്യമായിട്ടൊന്നും കിട്ടുന്നില്ല. പക്ഷേ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഇവിടെ നിൽക്കുന്നത് കണ്ടോ, ഒരു കാട്ടിയുടെ കുഞ്ഞാണ്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇതിൻ്റെ അമ്മയും നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ വെളിച്ചമില്ലാഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഈ ഒരു ഫോറസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് പോയിന്റിൽ എത്താനുള്ള ടൈമിംഗ് ഉണ്ട്. ആ ടൈമിംഗ് കൃത്യമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈൻ വീഴും. അങ്ങനെ ഞങ്ങൾ എക്സിറ്റ് പോയിന്റിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ കേരള ബോർഡറിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത് തോൾപ്പെട്ടിയാണ് സ്ഥലം, വയനാട്ടിലെ തോൾപ്പെട്ടി. അങ്ങനെ ഈ കാണുന്ന ജാബർ തട്ടുകടയിലേക്ക് അങ്ങ് കയറി നല്ല ചൂട് പുട്ടും നല്ല ചൂട് പൊറോട്ടയും അടിപൊളി ബീഫ് കറിയും ഉണ്ടായിരുന്നു. എന്തായാലും കഴിച്ച ഫുഡ് നല്ല അടിപൊളി ഫുഡായിരുന്നു. കണ്ടാൽ ചെറിയ കടയാണെങ്കിലും നല്ല കച്ചവടമുള്ള കടയാണിത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ യാത്ര വീണ്ടും തുടർന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വീഡിയോ വിശേഷങ്ങളുമായി ഇനിയും കാണുന്നവരെ ടിൽ ദെൻ സീ യു. ബൈ ബൈ.